കണ്ണൂർ കുപ്പത്ത് ദേശീയപാത നിർമ്മാണത്തിനിടെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് വിദഗ്ധ സംഘം ഇന്ന് പരിശോധന നടത്തിയേക്കും. ആ നിർമ്മാണത്തിൽ അപാകതയുണ്ടോ എന്നറിയാനാണ് പരിശോധന. അതേസമയം വീടുകളിലേക്ക് വെള്ളവും ചെളിയും ഒഴുകുന്നത് തടയാൻ ഒരാഴ്ചക്കകം നടപടി ഉണ്ടാകുമെന്ന് ദേശീയപാത അതോറിറ്റിയുടെ ഉറപ്പിലാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. വരും ദിവസങ്ങളിൽ മഴ ശക്തമായാൽ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകുമെന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. അരുൺ പൂപ്പറമ്പ വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നു. അരുൺ, ഇതിപ്പോൾ രാഷ്ട്രീയ പ്രശ്നം കൂടിയാകുന്നുണ്ട്. രാഷ്ട്രീയ ഏറ്റുമുട്ടൽ തുടങ്ങിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ പരസ്പരം പോർവിളികൾ തുടങ്ങുന്നുണ്ട്. പ്രതിഷേധങ്ങൾക്ക് ഈ പറയുന്ന കേവലം വീടുകളിലെ പ്രശ്നങ്ങൾക്കപ്പുറം രാഷ്ട്രീയ തലം കൂടി ഉള്ളപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പ്രതീക്ഷിക്കണം ഇന്നും വരും ദിവസങ്ങളിലും? അരുൺ, അഷ്മി, കണ്ണൂർ കുപ്പത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നലെ ഉണ്ടായിരുന്നു. അവിടുത്തെ പ്രദേശവാസികൾ തന്നെയാണ് ദേശീയപാത ഉപരോധിച്ചുകൊണ്ട് ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടന്നത്. കുപ്പത്ത് പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണുള്ളത്. ഒന്ന്, റോഡിന്റെ വശങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. റോഡിന്റെ ഒരു വശത്ത് തൊട്ടു താഴെ ജനവാസ മേഖലയാണ്. അവിടെ വലിയ കുന്ന് ഇടിച്ച് അവിടെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിന്റെ ഭാഗമായി വലിയ രീതിയിൽ മഴ പെയ്യുന്ന ഘട്ടത്തിൽ ഈ മണ്ണും ചെളിയും വെള്ളവും ഒക്കെ താഴേക്ക്, അതായത് ഈ വീടുകളിലേക്ക് പോകുന്ന സാഹചര്യം, ആ വീടുകളിൽ വെള്ളം കയറിയ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ആ ആശങ്ക പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമുണ്ടായത്. ഒടുവിൽ ദേശീയപാത അതോറിറ്റിയുടെ അധികൃതരും അതോടൊപ്പം തന്നെ തളിപ്പറമ്പ് RDO ഉൾപ്പെടെ റവന്യൂ ഉദ്യോഗസ്ഥരുൾപ്പെടെ അവിടെ എത്തി ഈ വിഷയത്തിൽ ഒരാഴ്ചക്കകം ഒരു പരിഹാരമുണ്ടാകും, ഇത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈനേജ് സംവിധാനം അവിടെ ഒരുക്കും എന്ന് ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ അവർ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. 27-ാം തീയതി വരെയാണ് ഇപ്പോൾ സമയം നൽകിയിട്ടുള്ളത്. റോഡിന്റെ മറുവശത്താണെങ്കിൽ നമ്മൾ ഇന്നലെ ദൃശ്യങ്ങളിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മുടെ കൺമുന്നിൽ വെച്ചുണ്ടായത്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കുന്നിടിച്ച ഭാഗത്തുനിന്ന് വലിയ മണ്ണിടിച്ചിലുണ്ടായി. 2 തവണയായി വലിയ ഭാഗം ഇടിഞ്ഞ് താഴേക്ക് വീഴുന്ന സാഹചര്യമുണ്ടായി. സർവീസ് റോഡിലൂടെ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അവിടെ ഈ നിർമ്മാണത്തിൽ എന്തെങ്കിലും ഒരു അപാകത സംഭവിച്ചിട്ടുണ്ടോ, സുരക്ഷാ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള നിർമ്മാണം അവിടെ നടന്നിട്ടുണ്ടോ എന്ന രീതിയിൽ പരിശോധന നടത്തുമെന്ന് ദേശീയപാത അതോറിറ്റിയുടെ അധികൃതർ ഇന്നലെ അവിടെ സ്ഥലം സന്ദർശിക്കുകയും അതിൽ വിദഗ്ധ സംഘം ആ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് തന്നെ ഈ വിദഗ്ധ സംഘം അവിടെ എത്തി പരിശോധന നടത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും കുപ്പത്ത് ഇന്ന് പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയില്ല. 27 വരെ നാട്ടുകാരുമായി നടത്തിയ ചർച്ചയിൽ അങ്ങനെ ഒരു സമവായത്തിൽ എത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും. എന്താണ് ഈ നിർമ്മാണത്തിൽ സംഭവിച്ച അപാകത അവർ നേരിട്ട്, അതായത് ദേശീയപാത അതോറിറ്റി അധികൃതരും മറ്റ് RDO തളിപ്പറമ്പ് RDO ഉൾപ്പെടെ അവിടെ എത്തി നിർമ്മാണത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പ്രാഥമികമായി അവർ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ആ അപാകത എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ വിശദമായ പരിശോധനയിലേക്ക് കടക്കും. എന്തായാലും വലിയ പ്രതീക്ഷയോടെയാണ് ആ പദ്ധതി കേന്ദ്ര സർക്കാരും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും കണ്ടിരുന്നത്. പക്ഷേ അതിനിടയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. പ്രത്യേകിച്ച് ആദ്യ റീച്ചിന്റെ ആ പണിയൊക്കെ പൂർത്തിയാകുന്ന ഒരു സമയം കൂടിയായിരുന്നു. അപ്പോൾ അത് ദേശീയപാത തുറക്കുമെന്നുള്ള ആ വാർത്തകൾക്കിടെയാണ് മണ്ണിടിച്ചിൽ 3 ജില്ലകളിലായി റിപ്പോർട്ട് ചെയ്തത്. പ്രത്യേകിച്ച് മഴ വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും ആ പ്രദേശത്തുള്ളവർക്ക് ഒരു ഭയമുണ്ടാകും. എന്തായാലും പരിശോധന നടക്കട്ടെ, ഉടൻ തന്നെ ആ റിപ്പോർട്ട് സമർപ്പിക്കട്ടെ.